പിന്നെ ഞാൻ നിങ്ങളോട് കോവയ്ക്ക കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? പക്ഷെ ഒരു അബദ്ധം പറ്റിയേ. ഞാനതെല്ലാം ഉണ്ടാക്കി വന്ന് എല്ലാം എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേ ആ വീഡിയോ എങ്ങനെയോ അത് ഡിലീറ്റായിപ്പോയി. രണ്ടാമത് ചെയ്ത് കാണിക്കാനാണ് എൻ്റെ കയ്യിലിപ്പോൾ കോവയ്ക്കയുമില്ല. അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഈ ഗ്രേവി ഉണ്ടാക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോവയ്ക്കയല്ല, വെണ്ടയ്ക്കയോ വഴുതനങ്ങയോ അല്ലെ പൊട്ടറ്റയോ കോളിഫ്ലവർ അല്ലെങ്കിൽ പനീർ എന്ത് വേണമെങ്കിലും വഴറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കറിയായി. ഇനി അതല്ല, ഈ ഗ്രേവി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണേ. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ മാജിക്കൽ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രേവിയാണേ. ആദ്യം ഇതുപോലെ ഒരു പിടി പീനട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കണം. കണ്ടോ, ഇതുപോലെ എടുക്കണം. കരിഞ്ഞു പോവാതെ ഈ പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. കൂടുതൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഗ്രേവിയുടെ ടേസ്റ്റ് മാറും. അപ്പം അത് വളരെ ശ്രദ്ധിച്ചോണേ. ഈ പീനട്ട് ഇതുപോലെ തൊലി കളഞ്ഞത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമേ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇതുകൊണ്ട് നമുക്ക് ഈ പീനട്ട് ചാട്ടൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി നമുക്കൊരു 2 സവാള നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു പച്ചമുളകും വേണേ. എന്നിട്ട് നമ്മൾ ആ പീനട്ട് വറുത്ത ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്കിത് ഇട്ട് വഴറ്റിയെടുക്കണം. വല്ലാതെ മൂത്ത് പോവൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനേ. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറട്ടെ. ഇതിന് എണ്ണയൊക്കെ വളരെ കുറച്ച് മതിയാകും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാമേ. ഇനി അതും കൂടെ ഇതിൻ്റെ കൂടെ ഇളക്കി ചേർത്ത് ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 സ്പൂണിനും 1/4 സ്പൂണിനും ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. ആദ്യം മല്ലിപ്പൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്കത് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പിരിയമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇളക്കി പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി 2 പൊടികൾ കൂടെ ഉണ്ട്. ഒന്ന് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് 1/4 ടീസ്പൂൺ തന്നെ വേണ്ട ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി ഒത്തിരി ചേർക്കരുത്. കാരണം കറിക്ക് വെജിറ്റബിൾ കറി ആകുമ്പോൾ അതിനൊരു കുത്തലുണ്ടാകും. അത് ശ്രദ്ധിച്ചോണേ. കണ്ടോ, ഞാൻ ആ മസാലയിൽ നിന്ന് പകുതി പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി മസാലയിലേക്ക് നമ്മൾ ഒരു ടൊമാറ്റോയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, അത് ഒരു ഇടത്തരം ടൊമാറ്റോ. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക്. ഇതൊന്ന് വേവിക്കുകയാണ് ചെയ്യുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിക്കോട്ടെ. ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേവിച്ച മസാലയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ആ പീനട്ട് മിക്സിക്കകത്തോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടമാനം പൊടിക്കണ്ട, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതിയേ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ വീണ്ടും ഒന്നുകൂടെ ക്രഷ് ചെയ്യണം. ഇതുപോലെ വല്ലാതെ അരിഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ ഗ്രേവി തിക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വല്ലാതെ അരച്ച് കഴിഞ്ഞാൽ ഗ്രേവി കണ്ടമാനം തിക്കായി പോകും, പീനട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ടേ. ഇനി അരച്ച മസാല നമുക്ക് ഈ ബാക്കിയുള്ള മസാലയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചാറിൻ്റെ പരുവെന്ന് പറയുന്നത് ഒത്തിരി അയിഞ്ഞും പോകരുത്, എന്നാൽ കൂടുതൽ തിക്കാവുകയും ചെയ്യരുത്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോ. മിക്സി കഴുകി ആ വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി ഉപ്പൊക്കെ പരുവാണോ എന്നൊന്ന് നോക്കണം. പിന്നെ ഈ കറിക്കകത്ത് ഞാൻ ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ഏറ്റവും അവസാനം ചേർക്കുവേ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല പരുവായിട്ടുണ്ട്. ഈ ചാറിലാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. കണ്ടോ, നമ്മുടെ ഗ്രേവി റെഡിയായി. ഈ ഗ്രേവി നമുക്ക് ഏത് വെജിറ്റബിളിൻ്റെ കൂടെ വേണമെങ്കിലും ചേർക്കാം. ഇനി മുട്ട പുഴുങ്ങിയത് വേണേൽ ചേർക്കാം, അല്ലെങ്കിൽ പനീറൊന്ന് ദോശക്കല്ലിലോട്ട് വെള്ളം വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് മൊരിച്ചിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള കറികൾ ഈ ഗ്രേവി കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.